പാർട്ട് 5. ലച്ചു കാര്യങ്ങളെല്ലാം അനുവിനോട് പറയുന്നു. നമുക്ക് കുറച്ച് പാസ്റ്റിലേക്ക് പോവാം. മോളെ ലച്ചു, ഇന്നല്ലേ നിനക്ക് പോവേണ്ട ദിവസം? അമ്മ കുറച്ച് നേരം കൂടെ പ്ലീസ്. എൻ്റെ അമ്മയാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ ഇന്ന് വേറൊരു കോളേജിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് അനുവില്ലാതെ വേറൊരു കോളേജിലേക്ക്. എന്തിനെന്നാൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ബാംഗ്ലൂർ പോയി പഠിക്കുക എന്നുള്ളത്. പിന്നെ ദൂരെ ആയതുകൊണ്ട് ഒരു വർഷം മാത്രം സമ്മതിച്ചു. അനുവിനെ അവളുടെ അമ്മ സമ്മതിച്ചില്ല. അതുകൊണ്ടാട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അയാളുടെ മോളും എൻ്റെ കൂടെയാണ്. അവിടെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഇതേ സമയം അനു, ശ്രീയാമേ, ലച്ചു ഇതുവരെ എണീറ്റില്ലേ? ഇല്ല, നീ ഒന്ന് പോയി വിളിച്ചു നോക്കാനു. ലച്ചുവിൻ്റെ റൂമിലേക്ക് കടന്നു ചെല്ലുന്ന വഴിയാണ് വിച്ചു ചേട്ടൻ്റെ മുറി. അവൾ ചുമ്മാ ഒന്ന് തുറന്നു നോക്കി. ഡോർ ലോക്കല്ലായിരുന്നു കേട്ടോ. അവൾ വാതിൽ തുറന്നകത്ത് കയറി. വിച്ചു ചേട്ടൻ റൂമിലുണ്ടായിരുന്നില്ല, ബാത്റൂമിലായിരുന്നു. അവൾ റൂം ചുറ്റി കാണുകയായിരുന്നു. ആദ്യത്തെ വട്ടമൊന്നും അല്ല കേട്ടോ, എന്നാലും അവൾ വരാനുള്ള റൂമല്ലേ. ഡി, വിച്ചു ചേട്ടനും അനുവും തമ്മിൽ പിണക്കത്തിലാണ് കേട്ടോ. കാരണം നമുക്ക് വഴി അറിയാം. നിനക്കെന്താ എൻ്റെ റൂമിൽ കാര്യം? ഇത് എൻ്റെയും കൂടിയാണ്. ഏത് വകേലാ? ഞാൻ ഏട്ടൻ്റെ ഭാര്യയാവാൻ പോവല്ലേ, അപ്പോൾ അങ്ങനെ. വിച്ചുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യം അഭിനയിച്ചു നിന്നു. നീ എൻ്റെ ഭാര്യ ആവേണ്ട, എനിക്ക് നിന്നെ വേണ്ട. അനു വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കൈയെടുത്ത് അവളുടെ ഇടുപ്പിൽ വെച്ചു. എന്നിട്ട് അവൾ അവളുടെ കൈയെടുത്ത് വിച്ചുവിൻ്റെ തോളിലും. ഇതുവരെയായിട്ടും പിണക്കം മാറിയില്ലേ? വിച്ചു ഫീലിംഗ് പുച്ഛം. നിനക്ക് ഒരു ഉമ്മ വേണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് നിൻ്റെ ഉമ്മയും പാപ്പയും ഒന്നും വേണ്ട. അങ്ങനെ പറയരുത്. പോ, എനിക്ക് നിന്നെ കാണണ്ട. അത് പറഞ്ഞപ്പോൾ അനുവിന് ശരിക്കും വിഷമായി. അവൾ തിരിഞ്ഞു നടന്നു. അവൻ അവളുടെ കൈ വലിച്ച് നെഞ്ചത്തേക്കിട്ടു. ഞാൻ അങ്ങനെ പറയോ? നീ എൻ്റെ എല്ലാമല്ലേ. ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിച്ചതല്ലേ. അത് പറഞ്ഞതും അനു വിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ അവർ കുറേ നേരം നിന്നു. മതി, ഞാൻ പോട്ടെ. ലച്ചുവിനെ വിളിക്കാൻ വന്നതാണ് ഞാൻ. ഒരു ഉമ്മ തന്നിട്ട് പോടി. അവൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. തൽക്കാലം ഇത് മതി. അതും പറഞ്ഞ് അവൾ ഒറ്റ ഓട്ടം. ഡീ, അനു ചെന്നപ്പോൾ ലച്ചു കുളിച്ച് ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങിയോ തമ്പുരാട്ടി? വായോ, അമ്മ ഫുഡാൻ വിളിക്കുന്നുണ്ട്. അനു, നിനക്കെന്നെ മിസ് ചെയ്യുമോ? ഒന്ന് പോടി, എനിക്കൊരു വർഷം സ്വസ്ഥത കിട്ടും. നീ നുണ പറയണ്ട. നിനക്ക് ശരിക്കും വിഷമമുണ്ട്, എനിക്കറിയാം. പിന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ലച്ചുവിന് സങ്കടമായിട്ടോ. ഞാൻ പോയി. അവൾ പോയപ്പോൾ അനു കുറേ കരഞ്ഞു. സത്യം പറഞ്ഞാൽ അവൾക്കാണ് കൂടുതൽ സങ്കടം. അവൾ ലച്ചുവിനെ കാണിക്കേണ്ട എന്ന് കരുതിയാണ് അവളും താഴത്തേക്ക് പോയി. എല്ലാവരും വായോ, ഫുഡ് കഴിക്കാം. അമ്മേ, ഞാൻ കൈ കഴുകി വരാം. അവൾ കൈ കഴുകി വന്ന് നോക്കുമ്പോൾ അമ്മ അനുവിന് ഭക്ഷണം വാരി കൊടുക്കുന്നു. അമ്മേ, ഞാനല്ലേ പോകുന്നത്, എന്നിട്ടെന്താ എനിക്ക് വാരിത്തരാത്തെ? ഞാൻ ആദ്യം ഇവൾക്ക് വാരി കൊടുക്കട്ടെ. നീ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോ. എനിക്ക് എൻ്റെ അച്ഛൻ വാരിത്തരുമെന്ന് പറഞ്ഞ് തിരിഞ്ഞതും അച്ഛൻ വിച്ചു ചേട്ടനും പ്രവീൺ ചേട്ടനും വാരി കൊടുക്കുന്നു. എനിക്ക് വാരിത്തായോ? ഇന്നാ എൻ്റെ മോൾക്ക് എന്നും പറഞ്ഞ് നീട്ടിയതും അത് വിച്ചു ചേട്ടൻ തിന്നു. ലച്ചുവിന് ശരിക്കും സങ്കടം വന്നു. ഈ വീട്ടിൽ ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ല. എല്ലാവർക്കും അനുവിനെ മതി. നോക്കിക്കോ, ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഞാൻ പോവാ എന്നും പറഞ്ഞ് അവൾ മുകളിലേക്ക് പോയി. എന്തിനാ അതിനെ വിഷമിപ്പിക്കാൻ പറഞ്ഞത്? മതി ഈ നാടകം. അതിന് എത്ര വിഷമമായി കാണും. അച്ഛാ, കുളമാക്കല്ലേ. വായോ, നമുക്ക് അവളുടെ പിണക്കം മാറ്റാം. ലച്ചുമോളെ, അമ്മയോട് പിണക്കാണോ? ഇന്നാ എൻ്റെ മോൾക്ക് മസാല ദോശ മോൾക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയതാ. ലച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. മോൾക്ക് അച്ഛനോട് പിണക്കാണോ? ഇന്നാ എൻ്റെ മോൾക്കെന്നും പറഞ്ഞ് ഒരു ഡയമണ്ട് റിങ് എടുത്തു കൊടുത്തു. അവൾ മരവിച്ച് നിൽക്കുകയാണ്. വിച്ചു ചേട്ടനും പ്രവീൺ ചേട്ടനും ഹാപ്പി ബർത്ത്ഡേ ലച്ചുകുട്ടി എന്നും പറഞ്ഞ് അവർ ഒരു വലിയ ഡയറി മിൽക്ക് ബോക്സ് എടുത്തു കൊടുത്തു. അവൾ 2 ചേട്ടന്മാരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ അവരെല്ലാം താഴേക്ക് വന്ന് കേക്കൊക്കെ മുറിച്ച് നല്ലോണം അടിച്ചു പൊളിച്ചു. 10 മണിയായപ്പോൾ എല്ലാവരും അവളെ യാത്ര അയക്കുന്ന വെപ്രാളത്തിലാണ്. 10:30 ആയപ്പോഴത്തേക്കും അവൾ ഇറങ്ങി. എല്ലാവരും അവളെ ചിരിച്ചു നിന്ന് യാത്ര അയച്ചു. അവളും കരഞ്ഞില്ല. ബസ്സിലാണ് പോകുന്നത്, ഒറ്റയ്ക്കാണ്. പക്ഷേ അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് പ്രസൻറ്റ് ഡേയിൽ. എടി, ഇതൊക്കെ എനിക്കറിയാം, നീ കഥ പറ.
വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയില്ലല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വീണ്ടും പാസ്റ്റിലേക്ക്. അങ്ങനെ അവൾ ബാംഗ്ലൂരെത്തി. അപ്പോഴേക്കും അച്ഛൻ്റെ ഫ്രണ്ട് വന്നിരുന്നു. അവൾ അങ്കിളിൻ്റെ കൂടെ പോയി. ഒരു ഫ്ലാറ്റാണ് മോളെ, ഇതാണ് നിൻ്റെ ഫ്ലാറ്റ്, ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് എൻ്റെ ഫ്ലാറ്റ്. ഇന്നാ മോളേക്ക് ഇന്നിനി ഭക്ഷണത്തിന് എൻ്റെ കൂടെ പോരെ അങ്കിളുടെ വീട്ടിലേക്ക്. ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ട. നിൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ആൻറ്റി ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരി അങ്കിൾ, ഞാൻ വരാം, കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഇതേ സമയം ലച്ചുവിൻ്റെ വീട്ടിൽ മോള് പോയപ്പോൾ ഈ വീട് ഉറങ്ങി. അതെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബഹളമായിരുന്നു. അച്ഛാ, എന്നെ ലച്ചു വിളിച്ചിരുന്നു, അവൾ എത്തിയെന്ന്. ആണോ? അല്ല, അനു എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അവൾ പോയി, അവൾക്ക് നല്ല സങ്കടമുണ്ട് മോനെ. പോയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറയാൻ പറഞ്ഞതാ, ഞാൻ അങ്ങ് വിട്ടുപോയി. ലച്ചു കുളിച്ച് ഫ്രഷായി ഒരു പട്ടുപാവാടയൊക്കെ ഇട്ടു. അങ്കിളിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. ബെല്ലടിച്ചു. ടെങ് ടെങ്. വാതിൽ തുറന്ന ഒരു പെൺകുട്ടി. ഇതാണ് അങ്കിളിൻ്റെ മോള് ആരതി. ആരു എന്ന് വിളിക്കും. ഹായ് ആരു. ഹായ് ലച്ചു ചേച്ചി, വാ അകത്തേക്ക് വാ. അമ്മേ ലച്ചു ചേച്ചി വന്നു. മോളെ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു ആൻറ്റി. മോളെ, നാളെ കോളേജുണ്ട് കേട്ടോ. ആരുവും മോളും അതേ കോളേജിലാണ്, പക്ഷേ ആരു വേറെ സെക്ഷനിലാണ് കേട്ടോ. അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോകുമ്പോഴും വരുമ്പോഴും ഉണ്ടാവുമല്ലോ. ക്ലാസ്സിൽ പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടും. വാ മോളെ, ഭക്ഷണം കഴിക്കാം. അങ്ങനെ അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ ഫ്ലാറ്റിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരത്തെ എണീറ്റു. ആരോ ബെല്ലടിച്ച് തുറന്നു നോക്കുമ്പോൾ ആരുമാണ്. എന്താ മോളെ, ചേച്ചി കുളിച്ചോ? ആ ഒരു കയ്യിലുണ്ടായിരുന്ന ചന്ദനത്തിൽ നിന്ന് കുറച്ചെടുത്ത് ലച്ചുവിൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. നീ അമ്പലത്തിൽ പോയോ? എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു ചേച്ചി ഉണർന്നിട്ടുണ്ടാവില്ലെന്ന്. ഇനി നാളെ മുതൽ ചേച്ചിയെ വിളിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നോളൂ. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കോളേജിലേക്ക് പോയി. അങ്ങനെ അവർ കോളേജിലെത്തി. ഭാഗ്യത്തിന് റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി, ഞാൻ അപ്പുറത്തെ സെക്ഷനിലാണ്, ഞാൻ പോട്ടെ. ഓക്കെ മോളെ. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോയി. അവളുടെ ക്ലാസ് ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു കേട്ടോ. അവൾ നടന്നു പോവുകയായിരുന്നു. ഹലോ, ഒന്നവിടെ നിന്നേ. അവൾ തിരിഞ്ഞു നോക്കി. 2 സീനിയർ ചേട്ടന്മാരാണ്. അവൾ അവരുടെ അടുത്തേക്ക് പോയി. അതിലൊരു സീനിയർ ചേട്ടൻ, താൻ ഏതാ? ഈ കോളേജ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ന്യൂ അഡ്മിഷനാണ്. നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ലക്ഷ്മി, ലച്ചു എന്ന് വിളിക്കും. കൂടെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഇല്ല. ഞങ്ങളായിട്ട് കൂട്ടുകൂടിക്കോ. ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് അവർ 2 ആളും കൈ നീട്ടി. ഞാനും കൈ കൊടുത്തു. എന്താ ചേട്ടന്മാരുടെ പേര്? എൻ്റെ പേര് അർജുൻ. എൻ്റെ പേര് മനോജ്, മനു എന്ന് വിളിക്കും. ഇൻ്റർവെൽ ആയാൽ ക്യാൻറ്റീനിലേക്ക് വന്നോ, ഞങ്ങൾ അവിടെ കാണും. നിങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ? അല്ല, ഒരുത്തൻ കൂടിയുണ്ട്, ഇവിടെ എവിടെയെങ്കിലും കാണും. എന്നാൽ ശരി, ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് പോയി. അവൾക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി, അച്ചു ആൻഡ് ഇച്ചു. ഇരട്ടക്കുട്ടികളാണ് കേട്ടോ. അച്ചുവിൻ്റെ പേര് അശ്വതി എന്നും ഇച്ചുവിൻ്റെ പേര് ഇശ്വാനി എന്നും. അങ്ങനെ ഇൻ്റർവെൽ ടൈം ആയപ്പോൾ അവൾ ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴി ആരെയോ കൂട്ടിയിടിച്ചു. അവൾക്ക് നന്നായി വേദനിച്ചു. ഡോ, തനിക്കെന്താ കണ്ണ് കാണില്ലേ? നീ അല്ലേ നോക്കാതെ വന്നത്? ഇപ്പോൾ ഞാനായോ കുറ്റക്കാരി? നിങ്ങൾ തന്നെയാണ്. ശരിക്കും ലച്ചുവാണ് നോക്കാതെ വന്നത്, പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. തനിക്കെന്താണോ? അമ്മയും പെങ്ങളും ഒന്നുമില്ലേ? വെറുതെ പോകുന്ന പെണ്ണുങ്ങളെ കയറി ഇടിക്കുക, എന്നിട്ട് തല്ലുണ്ടാക്കാൻ വരിക അല്ലേ? സോറി എന്നും പറഞ്ഞ് അയാൾ പോയി. അയാളുടെ കണ്ണ് ചെറുതായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ലച്ചുവിന് പറഞ്ഞത് കൂടിപ്പോയോ എന്ന് തോന്നി. അവൾക്കും വിഷമമായി. അവൾ ക്യാൻറ്റീനിലേക്ക് പോയി. ലച്ചു ചെന്നപ്പോൾ 2 ആളും ഇരുന്ന് സമൂസ കഴിക്കുകയാണ്. ലച്ചു തട്ടിപ്പറിച്ച് വാങ്ങിച്ചു തിന്നു. ഡീ, നീ എൻ്റെ സമൂസ തിന്നല്ലേ? അങ്ങനെ തന്നെ വേണം. ലച്ചു മനുവിൻ്റെയും തട്ടിപ്പറിച്ച് വാങ്ങി തിന്നു. വരുന്ന വഴി നടന്ന സംഭവം 2 ആളോടും പറഞ്ഞു. അത് സാരമില്ല, അനക്ക് വിഷമമായെങ്കിൽ നീ സന്തോഷിക്കണ്ടേ? ഇനി നിനക്ക് എന്താ വേണ്ടത്? അവനെ തല്ലണോ? അവരുടെ 3 ആളുടെയും അടുത്തേക്ക് ഒരാൾ വന്നു. ലച്ചു അയാളെ കണ്ട് ഞെട്ടി എണീറ്റ് നിന്നു. അയാൾ അവളെ കണ്ടില്ലായിരുന്നു. എടാ നാച്ചു, നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു അതിഥി കൂടി വന്നടാ. ലച്ചു എന്നാണ് പേര്, നീ നോക്ക്. നാച്ചു നോക്കി. ഇവളോ? ലച്ചു, നിനക്കിവനെ അറിയോ?
ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സംഭവം അത് ഈ ചേട്ടനെയാണ്. അജുവും മനുവും എണീറ്റ് നിന്നു. അർജുൻ, നീ ഇവനോടാണോ ഇതൊക്കെ പറഞ്ഞത്? അതെ. ഡി, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? എടാ വിടല്ലടാ, അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. നിർത്തി, ഇനി നീയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. ലച്ചു നാച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് സോറി ചേട്ടാ, സോറി, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, പ്ലീസ് ചേട്ടാ. അവൾ പൊട്ടിക്കരഞ്ഞു. നാച്ചുവിന് അത് കണ്ടു നിൽക്കാനായില്ല. അവൻ അവളെ പിടിച്ച് സമാധാനിപ്പിച്ചു. അവൻ പോയി. അർജുൻ ചേട്ടാ, മനു ചേട്ടാ, പ്ലീസ് എന്നോടൊന്ന് സംസാരിക്കേ. അവർ ഒന്നും പറയാതെ നടന്നുപോയി. അവൾ സങ്കടം അടക്കി പിടിക്കാൻ വയ്യാതെ ഗാർഡനിലേക്ക് പോയി. ഇതേ സമയം നാച്ചു പറയാണ് കേട്ടോ, എടാ എന്തിനാടാ അവളോട് പോയി സംസാരിക്കടാ? ഇല്ല, ഇത് വേറെ ആരോട് പറഞ്ഞാലും ഞങ്ങൾ സഹിക്കും, പക്ഷേ നിന്നോട് മതി. അതെ, ഇനി ഞങ്ങൾ അവളോട് മിണ്ടില്ല. എടാ, അവളിൽ ഞാൻ കണ്ടത് എൻ്റെ സനയാടാ. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ സനയാണ് ഓർമ്മ വന്നത്. അവളും ഇതുപോലെ ഒരു വായാടി അല്ലായിരുന്നില്ലേ? എന്നിട്ടും എല്ലാം അവൻ നശിപ്പിച്ചില്ലേ? നാച്ചു പറഞ്ഞത് കേട്ട് സങ്കടത്തിൽ അർജുൻ തിരിച്ചു പറയുകയാണ്, ഇല്ല, ഞങ്ങൾ അവളോട് പോയി സംസാരിക്കാം. ശരിയാടാ, നമ്മൾ അവളോട് അങ്ങനെ പറയണ്ടായിരുന്നു. അതെ, അവൾക്കറിയില്ലല്ലോ. നമുക്ക് അവളുടെ ക്ലാസ്സിൽ പോയി നോക്കാം. അവർ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി അച്ചുവിനെ കണ്ടു. ലച്ചു എവിടെ? ക്ലാസ്സിലില്ലേ? ഇല്ല, അവൾ ഗാർഡനിലേക്ക് പോകുന്ന കണ്ടായിരുന്നു. അവർ ഗാർഡനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവൾ മുഖം പൊത്തിയിരിക്കുകയായിരുന്നു. അർജുനും മനുവും കൂടി. ലച്ചു? ലച്ചു മുഖം ഉയർത്തി നോക്കി. ലച്ചു, സോറി. ഞാനല്ലേ സോറി പറയേണ്ടത്? അല്ല, നിനക്ക് അവനെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ലേ? ഇത്രയ്ക്കും വേദനിക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് വേറെ ആരോടെങ്കിലും ആയിരുന്നെങ്കിൽ അവരത് തമാശയ്ക്ക് എടുക്കുമായിരുന്നു. പക്ഷേ അവനക്കത് അവനെ കൊല്ലാക്കൊല ചെയ്യുന്നത് പോലെയാണ്. ലച്ചു, നീ അവനെക്കുറിച്ച് അറിയണം, അവർ പറഞ്ഞു തുടങ്ങി.